ഒരു നിഗമനം. ഗവൺമെൻറ് ഈ പ്രശ്നത്തിന് പരിഹാരം കാണാൻ നിയമയുദ്ധം നടത്തുക തന്നെയാണ് വേണ്ടത്. ആ നിയമപോരാട്ടവുമായി ബന്ധപ്പെട്ട ചില സംശയങ്ങളാണ് അവർ ഉന്നയിച്ചത്. ആ സംശയങ്ങളെല്ലാം ദൂരീകരിക്കത്തക്ക വിധത്തിലുള്ള നടപടികൾ സ്വീകരിക്കുമെന്ന് ഞാൻ അവർക്ക് ഉറപ്പ് നൽകുകയും ചെയ്തിട്ടുണ്ട്. സമരം തുടരുമെന്ന് തന്നെയാണ് അവർ പറഞ്ഞിരിക്കുന്നത്. ചർച്ച പോസിറ്റീവാണെന്ന് പറയുമ്പോഴും സമരം തുടരുന്നു. കാരണം തീരുമാനങ്ങൾ എടുക്കേണ്ടത് സർക്കാരാണ്, ഇത്തരത്തിൽ റിപ്പോർട്ട് കൊടുക്കേണ്ടത് സർക്കാരാണ്. അപ്പോൾ അത് കൊടുക്കുന്നതുവരെയും സമരം തുടരുന്നു കൂടിയല്ലേ അതിനർത്ഥം? അല്ല, സമരത്തിൽ നിന്ന് പിന്തിരിയണമെന്നൊരു ഡിമാൻഡ് ഞങ്ങളും വെച്ചിട്ടില്ല. ഞാൻ സമരങ്ങളെ കാണുന്നത് വേറൊരു ആംഗിളിലാണ്. ഗവൺമെൻറ് മുന്നോട്ട് വെക്കുന്ന പ്രശ്നങ്ങൾ ജനകീയ ആവശ്യങ്ങളാണ് എന്ന് ബോധ്യപ്പെടുത്താൻ ആ സമരങ്ങൾ സഹായിക്കുമെന്ന നിലപാടാണ് എനിക്കുള്ളത്. പക്ഷേ അത് ഒരു കടന്നാക്രമണത്തിൻ്റെ ഒരു തലങ്ങളിലേക്ക് പോയാൽ അതിൽ നിന്നും മുതലെടുക്കാൻ പലരും ശ്രമിക്കും. ആ രൂപത്തിലേക്ക് സമരങ്ങൾ ഉണ്ടാകുന്നത് സംസ്ഥാന താല്പര്യത്തിന് ഗുണകരമല്ല എന്ന് അതവരും സമ്മതിച്ചിട്ടുണ്ട്. അപ്പോൾ അവർ പറഞ്ഞത് അവർ പിന്നോട്ട് നിന്നാൽ ചില ശക്തികൾ ആ സമരത്തെ ഹൈജാക്ക് ചെയ്യാനിടയുണ്ട്, അത് ഒഴിവാക്കുക കൂടിയാണ് അവരുടെ ലക്ഷ്യമെന്ന് പറഞ്ഞിട്ടുണ്ട്. ആ രീതിയിലാണെങ്കിൽ അവരോട് സമരം പിൻവലിക്കണമെന്ന് അഭ്യർത്ഥിക്കാൻ്റെ ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. അതുകൊണ്ട് അങ്ങനെ ഒരു ആവശ്യം അവരുടെ മുമ്പാകെ ഞാൻ വെച്ചിട്ടില്ല. ഈ രണ്ട് പ്രദേശങ്ങൾ, ഇഞ്ചൽവാലി, പമ്പാവാലി, രണ്ട് പ്രദേശങ്ങളാണ് കോട്ടയം ജില്ലയിലുള്ളത്. ഇവിടുത്തെ ഒരു പ്രശ്നം ബഫർ സോണിൽ പോലുമുള്ള വനമേഖലയിലാണ് അവരെന്നുള്ളത്. ഈ 2 തവണ ഇറക്കിയ മാപ്പിലും ഈ ഒരു സ്ഥലങ്ങൾ മാത്രം മാറ്റിയിട്ടില്ല, അത് അതുപോലെ തന്നെ കിടക്കുകയാണ്. അത് സംബന്ധിച്ച് ഇന്നലെ തന്നെ ഞാൻ വ്യക്തമാക്കിയിട്ടുണ്ട്. അത് മാപ്പിൽ ഉണ്ടായിട്ടുള്ള പോരായ്മകളാണ്. അപ്പോൾ വന്യജീവി സങ്കേതങ്ങളുടെ അതിർത്തിയുമായി ബന്ധപ്പെട്ട പോരായ്മകൾ പരിഹരിക്കേണ്ടത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ചെയർമാനായ ഈ വന്യജീവി സമിതിയുണ്ട്, എൻ്റെ പേരങ്ങ് മറന്നുപോയല്ല, അതെ, വൈൽഡ് ലൈഫ് ബോർഡ് തീരുമാനിക്കണം. ആ ബോർഡിൻ്റെ യോഗം 19-ാം തീയതി വെച്ചിട്ടുണ്ട്. അവിടെ ചർച്ച ചെയ്യും എന്നാണ് ഞാൻ ഇന്നലെ കൊടുത്തിട്ടുള്ള ഉറപ്പ്. ആ കാര്യവും ബഹുമാനപ്പെട്ട കാഞ്ഞിരപ്പള്ളി ബിഷപ്പ് ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയപ്പോൾ അതിൽ സർക്കാർ എടുത്തിട്ടുള്ള നിലപാട് വളരെ നല്ലതാണ്, അതിൽ ഞങ്ങൾക്ക് വിശ്വാസമുണ്ട് എന്ന് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. ഈ പ്രതിപക്ഷത്തിന്റെ നീക്കങ്ങൾ എങ്ങനെയാണ് കാണുന്നത്? നാളെ പ്രതിപക്ഷ നേതാവ് നേരിട്ട് ഈ പ്രദേശത്തെത്തി ഒരു സമരം പ്രഖ്യാപിക്കുന്ന ഉദ്ഘാടനം ചെയ്യുന്നുണ്ട്. ഒരു രാഷ്ട്രീയമായിട്ട് തന്നെ UDF മുന്നോട്ട് കൊണ്ടുപോവാണ് ഈ ഒരു പരിപാടി. എങ്ങനെയാണ് പ്രതിപക്ഷത്തിന്റെ നീക്കങ്ങളെ കാണുന്നത്? അത് പരാതിക്കാർക്ക് പരാതിയില്ലാത്ത പ്രശ്നം UDFൻ്റെ പരാതിയായി വരുന്നതിലെ ഒരു തമാശയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അല്ല, ആരാണോ ആ പരാതി ഉന്നയിച്ച് ആരൊക്കെയാണോ ഉന്നയിച്ച് സർക്കാരിനെ സമീപിച്ചിട്ടുള്ളത് അവരോട് കാര്യങ്ങൾ വിശദീകരിച്ചിട്ടുണ്ട്. അവർ പൂർണ്ണ സംതൃപ്തി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പോൾ കാഞ്ഞിരപ്പള്ളി ബിഷപ്പും ആ കാര്യത്തിൽ പൂർണ്ണ സംതൃപ്തിയാണ് പെടുത്തിയിട്ടുള്ളത്. അപ്പം അങ്ങനെ വരുമ്പോൾ മനഃപൂർവ്വം വീണ്ടും ആശങ്കയുണ്ടാക്കാൻ ശ്രമിക്കുന്ന ഒരു പ്രവണത കണ്ടുവരുന്നുണ്ട്. അത് ജനങ്ങളെ സഹായിക്കാനല്ല, ജനങ്ങളെ ഉപദ്രവിക്കാനേ അത് പര്യാപ്തമാവുകയുള്ളൂ. കാരണം നമ്മൾ ജനകീയ ആവശ്യങ്ങൾ കേൾക്കുകയും ആവശ്യങ്ങൾക്ക് നിയമപരമായ ന്യായമായ പരിഹാരം കാണാൻ തീരുമാനമെടുക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രശ്നത്തിൽ നിങ്ങൾ തന്നെ ഇവിടെ സൂചിപ്പിച്ചത് അത് രാഷ്ട്രീയ പ്രേരിതമാണ്. നിങ്ങൾ തന്നെ എങ്ങനെ രാഷ്ട്രീയ സമരം എന്നല്ലേ പറയാം? ആ രാഷ്ട്രീയ പ്രേരിത സമരങ്ങളെ അങ്ങനെ കാണും. സൗദ്ദേശത്തോട് ഗവൺമെൻറ്റിൻ്റെ ശ്രദ്ധ ക്ഷണിക്കാൻ നടത്തുന്ന മുന്നേറ്റങ്ങളെയോ കൂട്ടായ്മയോ ഗവൺമെൻറ് സ്വാഗതം ചെയ്യുന്നു. ഇതാണ് അതിനകത്ത്. ഏത് സമരക്കാരെ?
പങ്കെടുത്ത ആളുകൾക്കെതിരെ? അല്ല, സമരം വരുമ്പോൾ കേസുകളുണ്ടാവും. അതിൻ്റെ സമയത്ത് ഉചിതമായ നിലപാടുകൾ സ്വീകരിക്കുക എന്നല്ലാതെ സമരം ചെയ്താൽ അതിൽ കുറ്റകരമായ അംശമുണ്ടെങ്കിൽ പോലീസ് കേസെടുക്കുന്നത് സാധാരണയാണ്. സമരം ചെയ്യാൻ പോകുമ്പം കേസും ഉണ്ടാവുമെന്ന് കരുതിയിട്ട് തന്നെയാണ് എല്ലാവരും സമരം ചെയ്യാൻ വേണ്ടി പോകുന്നത്. പാലക്കാട് ആനയെ പിടിക്കുന്നതിനുള്ള എല്ലാ ശ്രമങ്ങളും വളരെ ജാഗ്രതയായിട്ടാണ് നടക്കുന്നത്. ഇപ്പോൾ ആനയെ പിടിച്ചാൽ പാർപ്പിക്കാനുള്ള കൂടിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയായി കഴിഞ്ഞിട്ടുണ്ട്. ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഒരു നല്ല സംഘം, ദ്രുതകർമ്മസേന ഉൾപ്പെടെയുള്ളവർ അവിടെ ക്യാമ്പ് ചെയ്ത് പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ അത് ചിലപ്പോൾ സമയമെടുത്തു എന്നേ വരുള്ളൂ. അല്ലാതെ അത് ആനയെ പിടിക്കുന്നതിലും കണ്ടുകെട്ടുന്നതിലുമുള്ള സ്വീകരിച്ച നടപടികളിൽ ഒരു പാളിച്ചും ഇപ്പോഴില്ല. അത് താമസിയാതെ ആ പ്രശ്നത്തിന് പരിഹാരം കാണാൻ കഴിയുമെന്നാണ് വിചാരിക്കുന്നത്. എന്തെങ്കിലും പോരായ്മയുണ്ടെങ്കിൽ നമുക്ക് അവിടെ ഒന്നും കൂടി റിവ്യൂ ചെയ്യുന്നതിനും സാധിക്കുന്നതാണ്. കാഞ്ഞിരപ്പള്ളി രൂപത ബിഷപ്പുമായുള്ള കൂടിക്കാഴ്ചയിൽ പൂർണ്ണ തൃപ്തിയെന്നാണ് വനമന്ത്രി പറയുന്നത്. കാര്യങ്ങൾ ബോധ്യപ്പെടുത്താൻ ആയി എന്ന് അദ്ദേഹം പറയുന്നു. പൂർണ്ണ തൃപ്തിയുണ്ട് ഈ കൂടിക്കാഴ്ചയിൽ എന്ന് പറയുന്നു. കഴിഞ്ഞ ആഴ്ച വലിയ വിമർശനം ബഫർ സോൺ വിഷയത്തിൽ ഉയർത്തിയതാണ് ബിഷപ്പ്. ആ ബിഷപ്പ് ഇന്ന് സമരം സർക്കാരിനെതിരല്ല എന്ന് പറയുന്നു. ഒപ്പം രാഷ്ട്രീയ ലക്ഷ്യത്തോടെ ഇതിനെ ഉപയോഗിക്കില്ല എന്ന് ഉറപ്പുവരുത്തുമെന്നും പറയുന്നുണ്ട്. എന്തായാലും സർക്കാരിനെ സംബന്ധിച്ച് ഒരു അനുനയ നീക്കമായിരുന്നു. അത് ഫലം കണ്ടോ ഇല്ലയോ എന്ന് നമുക്കറിയാം. വാർത്തയുടെ വിശദാംശങ്ങളുമായി ശ്രീജിത്ത് ചേരും. ശ്രീജിത്തിലേക്ക് വരാം വിശദമായി തന്നെ. എന്തായാലും സർക്കാരിനെ സംബന്ധിച്ച് ഇപ്പോൾ തൃപ്തിയുണ്ട് എന്ന് വനമന്ത്രി പറയുകയാണ്. കാര്യങ്ങളൊക്കെ ബിഷപ്പിനെ ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞു, രൂപതയെ ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞു എന്ന് പറയുന്നു. പിന്നീട് രാഷ്ട്രീയ ലക്ഷ്യങ്ങളോടെയുള്ള സമരത്തെ ആ നിലയിലും ഒപ്പം സർക്കാരിന്റെ ശ്രദ്ധയിലേക്ക് വിഷയങ്ങളും ആശങ്കകളും കൊണ്ടുവരാനുള്ള ശ്രമത്തെ ആ നിലയിലും കാണും എന്നും വനമന്ത്രി പറയുകയാണ്. സർക്കാരിനെ സംബന്ധിച്ച് ഈ കൂടിക്കാഴ്ച എന്ത് മാറ്റമുണ്ടാക്കും, ആശ്വാസകരമാണോ എന്നൊക്കെ നമുക്കറിയാം. ശ്രീജിത്ത് ചേരുന്നുണ്ട്. ശ്രീജിത്ത്, കഴിഞ്ഞ ആഴ്ച വലിയ വിമർശനം ബഫർ സോൺ വിഷയത്തിൽ സർക്കാരിനെതിരെ ഉന്നയിച്ചിരുന്നു. ഇപ്പോൾ പറയുന്നു സർക്കാരിനെതിരെ അല്ല സമരം എന്ന് ബിഷപ്പ് ജോസ് പുളിക്കൻ പറയുന്ന ഒരു സാഹചര്യം. ഈ കൂടിക്കാഴ്ച ഫലം കണ്ടിട്ടുണ്ടോ? സർക്കാരിനെ സംബന്ധിച്ച് രൂപതയുടെ വിശ്വാസം ആർജിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? രേണുക, ഒരു പരിധിവരെ അത് ഫലം കാണുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. അതായത് ഈ പ്രശ്നം പരിഹരിക്കുക എന്നുള്ളതാണ് രൂപതയ്ക്കും സമരക്കാർക്കും ഒക്കെ മുന്നിലുള്ള ആവശ്യം. കാരണം അവരുടെ ജീവിത പ്രശ്നം കൂടിയാണ്. അതുകൊണ്ട് തന്നെ അവർക്കിതിൽ രാഷ്ട്രീയമില്ല എന്നും അവർ ചൂണ്ടിക്കാട്ടുന്നു. സർക്കാരിനെതിരെയുള്ള സമരമല്ല എന്നും ജോസ് പുളിക്കൽ പറയുന്നത് അതുകൊണ്ട് തന്നെയാണ്. എന്തായാലും ഈ പ്രദേശങ്ങളിൽ എത്തി തന്നെ ഈ പ്രശ്നം പരിഹരിക്കാനുള്ള നീക്കമാണ് ഇപ്പോൾ സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുള്ളത്. നമുക്കറിയാം, ഏഞ്ചൽ വാലി അടക്കമുള്ള മേഖലകളിൽ ഉണ്ടായിട്ടുള്ള പ്രധാനപ്പെട്ട വിഷയം അവർ വനം വകുപ്പിന്റെ മാപ്പിൽ പെട്ടു എന്നുള്ളതാണ്. അവർക്ക് പട്ടയം കിട്ടിയാൽ പോലും അവരിപ്പോഴും വനത്തിനുള്ളിൽ ജീവിക്കുന്നു എന്നുള്ളതാണ് ആ മാപ്പ് പ്രകാരം പറയുന്നത്. ഇത്തരം മാപ്പിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ മുഖ്യമന്ത്രിക്കാണ് കഴിയുക. അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ 19-ന് പ്രത്യേക യോഗം വിളിച്ചിട്ടുണ്ട്. അതോടുകൂടി പ്രശ്നം പരിഹരിക്കാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷയാണ് വനമന്ത്രി AK ശശീന്ദ്രൻ പ്രകടിപ്പിക്കുന്നത്. ഈ സമരം പിൻവലിക്കാൻ ഇനിയും തയ്യാറല്ല എന്ന് കാഞ്ഞിരപ്പള്ളി രൂപത പറയുമ്പോൾ അതിനെയും അദ്ദേഹം സ്വാഗതം ചെയ്യുകയാണ്. സമരം പിൻവലിക്കണമെന്നുള്ള ആവശ്യം പോലും ഞങ്ങൾ പറഞ്ഞിട്ടില്ല. കാരണം ജനകീയ പ്രശ്നങ്ങൾ സമരത്തിലൂടെ ഉയർന്നു വരിക സ്വാഭാവികമാണ്. മാത്രവുമല്ല, അവർ സമരം ചെയ്തില്ലെങ്കിൽ മറ്റാരെങ്കിലും വന്ന് ആ സമരം ഹൈജാക്ക് ചെയ്യാനുള്ള സാധ്യതയുണ്ട് എന്ന് അവർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അതും ശരിയായ നിലപാടാണ് എന്ന് AK ശശീന്ദ്രൻ പറയുന്നു. അതേസമയം തന്നെ പ്രതിപക്ഷം ഇതിൽ നടത്തുന്ന നീക്കങ്ങളെ AK ശശീന്ദ്രൻ അതിനെ ഒരു തമാശയായിട്ടാണ് കാണാൻ കഴിയുന്നത്. അതായത് ബോധപൂർവം ഇത് ഉപയോഗിക്കാൻ, അത് ഇത്തരം സാഹചര്യങ്ങളിൽ രാഷ്ട്രീയമായി ഉപയോഗിക്കാനുള്ള ശ്രമമാണ് പ്രതിപക്ഷം നടത്തുന്നത്. അതിന് ഗൂഢ ലക്ഷ്യങ്ങളുണ്ട് എന്നും AK ശശീന്ദ്രൻ പറഞ്ഞു വെക്കുകയാണ്. രേണുക.